അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് 2 കപ്പ് റാഗി, 1 കപ്പ് ഉഴുന്നുപരിപ്പ്, കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് 4-5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കുതിർത്ത അവലും കൂടി ഇട്ടിട്ട് ഞാൻ നൈറ്റ് അടിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ സാധാ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. പിന്നെ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഇതുപോലെ പൊന്തി വരും. അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇടും. ആ ഒരു പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തട്ട് ദോശ പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയാണ്. ഞാൻ പിന്നെ കുറച്ച് മാവെടുത്ത് ഞാൻ ഇഡ്ഡലിയും ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എന്നാൽ ഹെൽത്തിയും കൂടിയാണല്ലോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. നമുക്കിപ്പോൾ ചമ്മന്തിയോ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാം. ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ചമ്മന്തിയോ സാമ്പാർ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും.